വളരെ പണ്ട് തൊട്ടേ കോർപ്പറേഷൻ ഓഫീസിൽ ഇങ്ങനെ ഒരു സാംസ്കാരിക സംഘടന ഉണ്ടായിരുന്നു എന്നാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മയും ഗവൺമെൻറ് സർവീസിലാണ് ആയിരുന്നു, അവിടുന്ന് റിട്ടയർ ചെയ്തു. അച്ഛൻ ടീച്ചറായിരുന്നു, അമ്മ സെക്രട്ടേറിയറ്റിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഓഫീസിൽ പണ്ട് തൊട്ടേ സാംസ്കാരിക സംഘടനകളുണ്ടായിരുന്നു. ഞാൻ അതിലൊക്കെ പാടി കുടുംബാംഗങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഓണായാലും മറ്റ് പല സെലിബ്രേഷൻ വാർഷികങ്ങൾ ഒക്കെ വരുമ്പോൾ അതിലൊക്കെ പാടിയാണ് എൻ്റെ തുടക്കം എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതുപോലെയുള്ള എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും അങ്ങനെ ഒരു സംഘടന ഉണ്ടായിരിക്കും എന്നാണ്. പക്ഷേ ഇന്നാണ് അതിൻ്റെ തുടക്കം. അത് വളരെ വൈകിപ്പോയി എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ദിനേശ് മണിക്കർ സാർ ഇവിടെ സംസാരിച്ചപ്പോൾ കലയ്ക്ക് പ്രായമൊന്നുമില്ല, എന്നാലും നിങ്ങൾക്കുള്ള ഇടവേളകൾ, നമ്മൾ സിനിമയിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ ഇടവേളകൾ ആസ്വാദികരമാക്കുക, ആനന്ദകരമാക്കുക എന്നുള്ളത് എല്ലാവർക്കും ബാധകമല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ സാംസ്കാരിക സംഘടനയായ തിരു അരങ്ങിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് കലാകാരന്മാർ ഇവിടെ നിന്നും ഇനി വൈകിട്ടില്ല പിറവി എടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു സംഘടനയായി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് നന്ദി. തിരക്കേറിയ വേളയിൽ ഞങ്ങൾക്കൊരു സമയം തന്നതിന്. അടുത്തതായി ശ്രീമതി പ്രിയങ്ക മാഡത്തിനെ ആദരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്തതായി പ്രിയപ്പെട്ട ഗായിക ശ്രീമതി അഖില ആനന്ദ് അവരെ ആദരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളൊക്കെ പ്രിയങ്കരനായ മേയർ സർ വി രാജേഷ് അവർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.